ഗസൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗസൽസിലൊരു ഇറ്റ് ഈസ് എ ഫോം ഓഫ് പോയിട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ആക്ച്വലി പോയിട്രി. ഇറ്റ് ഈസ് പോയിട്രി തന്നെ. അപ്പം അതിലൊരു വളരെ ട്യൂൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് കോഴ്സ്, എന്നാലും വരികൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. സോൾ എന്ന് പറയുന്നത് അതിൻ്റെ ലിറിക്സ് ആണ്. അപ്പം അതേ ഒരു സ്റ്റൈലിൽ തന്നെ മലയാളത്തിലെ ബാബുഖാൻ്റെ ഭംഗിയായിട്ടുള്ള ഈണങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ളത് ഭാസ്കര മാഷാണ്. അവരുടെ ഒരു കോമ്പിനേഷനിൽ എത്ര 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 പാട്ടുകളാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ശരിക്കും ഒരു ഗസൽ കേൾക്കുന്ന ഒരു മൂഡാണ്, ഒരു മലയാളത്തിലൊരു ഗസൽ കേൾക്കുന്ന ഒരു മൂഡാണ് ബാബുഖാൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലേ. അപ്പം സിൻസ് യു ഡിഡ് ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹിന്ദി ഗസൽ ചെയ്ത സ്ഥിതിക്ക് നമുക്കൊരു ബാബുഖാൻ്റെ ഒരു നല്ലൊരു പാട്ടും കൂടി കേട്ടാലോ? ഇതെനിക്ക് എപ്പോഴും ഞാൻ പാടുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള രാഗം കൂടിയാണ്. ഇറ്റ്സ് ഡൺ ഇൻ പീലു. അപ്പം എനിക്ക് പിന്നെ കർണാട്ടിക്കിൽ ഇറ്റ്സ് കോൾഡ് കാപ്പി അല്ലേ, കാപ്പി അല്ലേ. അപ്പോൾ ഗസൽ കോൺസെപ്റ്റിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ ഫ്ലെക്സിബിൾ. കാരണം എല്ലാം അൺപ്ലഗ്ഡ് അല്ലേ. എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് സുഖമായി ഹാർമോണിയം തബല എല്ലാവരോടും പറയാം ഇത് ഈ സ്കെയിലിൽ മതി നിന്ന്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. എൻ്റെ പിച്ചിനാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഇവിടെ വായിക്കുന്നത്. അപ്പം നമുക്ക് പാതിരാവായില്ല എന്നുള്ള പാട്ട് പാടാം. പൗർണമി കന്യയ്ക്കു
താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ബാബുരാജ് മാഷിൻ്റെ ആ ഒരു മാജിക് വീണ്ടും ക്രിയേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് താങ്ക്സ് ടു ദ വണ്ടർഫുൾ അക്കംപനിമെന്റ് അഗൈൻ. ഓഫ് കോഴ്സ് സാസ് കെ ബിന ഗാന നെയ് ഹോത്ത എന്ന് പറഞ്ഞ മാതിരി ശ്വാസം, നമ്മുടെ ശ്വാസം ബ്രെത്ത് മുഴുവൻ ഈ മ്യൂസിഷ്യൻസ് ആണ്. തീർച്ചയായിട്ടും. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. തീർച്ചയായിട്ടും.